Little girls with dreams become women with vision. മിർച്ചി വാവ് വേർഡ്സ് ഓഫ് വിമനിൽ ഇന്ന് എന്റെ കൂടെയുള്ളത് ഐഷത്ത് സഫയാണ്. ഐഷ, വെൽക്കം ടു മൈ ഷോ. യെസ്, അപ്പം ഹിഷാം അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു പേര് ഇപ്പൊ എനിക്ക് ലോകമെമ്പാടുമുള്ള മ്യൂസിക് ലവേഴ്സിന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം എനിക്കറിയാം ഹിഷാമിന് വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു കാലം ഒന്ന് പറയോ, എങ്ങനെയായിരുന്നു എന്നുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു സമയമായിരുന്നു ആ ഹൃദയത്തിന് മുമ്പ് എന്ന് പറയുമ്പം. ഫിനാൻഷ്യലി ആയാലും മെന്റലി ആയാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അന്നേരം ഉണ്ടായിട്ടുണ്ട്. മിക്ക ഡയറക്ടേഴ്സിനെ ഇങ്ങനെ കൂടെ കൂടെ വിളിക്കുക, ഇപ്പോഴും വിളിക്കൂ കേട്ടോ. കൂടെ കൂടെ വിനീതേട്ടനൊക്കെ കാണുമായിരുന്നു, പാട്ട് പാടുക അങ്ങനെയുള്ള സമയത്തൊക്കെ കാണും. അങ്ങനെ ഒരു ഓളെ കണ്ട നാൾ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തപ്പം വിനീതേട്ടൻ അതിൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. ആ സമയത്തും ഇങ്ങനെ വിനീതേട്ട അങ്ങനെ അവസരം അങ്ങനെയൊക്കെ ചോദിച്ചു. ഒരു ദിവസം പെട്ടെന്ന് വിനീതേട്ടൻ വിളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ടാന്നൊക്കെ പറഞ്ഞ് അന്നേരം എനിക്ക് ആദ്യം പോയിട്ട് കരഞ്ഞൊക്കെ കുറെ ചെയ്തു. അത് ഇക്കാക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമല്ലേ. അപ്പം അതൊരു എന്താ പറയുക, ഒരു വലിയൊരു വെളിച്ചം പോലെ, ദൈവം തന്നൊരു വെളിച്ചം പോലെ ആയിരുന്നു നമുക്ക് ഹൃദയം. ദർശന എന്ന് പറയുന്ന ഒരു സോങ്ങും കാര്യങ്ങളും. അതെ, എനിക്ക് ഓർമ്മയുണ്ട് ഹിഷാം ഒരു ഇന്റർവ്യൂല് പറഞ്ഞേ, ഈ വിനീത് ശ്രീനിവാസന്റെ കോള് കട്ട് ചെയ്തതിന് ശേഷം നേരെ ബാത്റൂം പോയിട്ട് കരയാണ് ആദ്യം ചെയ്തത്. അപ്പൊ അത് കേട്ടപ്പോഴാണ് എനിക്ക് എത്രമാത്രം അപ്പൊ ഒരാള് വിഷമിച്ചിട്ടുണ്ട് അത്രയും കാലം എന്നുള്ളത് ഓർമ്മ വന്നേ. അപ്പൊ ഈ ദർശന സോങ് ശരിക്കും ഒരു ട്രെൻഡ് സെറ്റർ ആണല്ലോ. ഇപ്പോഴും ഞാൻ ഇങ്ങനെ റീൽസിലൊക്കെ നോക്കുമ്പം ദർശന ഇതിപ്പം നമ്മുടെ നാട്ടിൽ മാത്രല്ല, ഇപ്പൊ ഹൈദരാബാദും അവിടെ ഇവിടെയൊക്കെ ലൈവ് പെർഫോമൻസിലല്ലേ എവിടെ അവര് പറയാ പാടാൻ. അതെ, അപ്പൊ അത് ഹിറ്റായ ഒരു സമയം. ഇപ്പൊ ഇങ്ങനെ കോള് വന്നു, പുതിയ സിനിമ ചെയ്യണം എന്നുള്ള കോള് വന്നു. ഇപ്പൊ സങ്കടം, കരച്ചില് അതൊക്കെ കഴിഞ്ഞ് ആ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ദർശന ഹിറ്റായ സമയം? വീട്ടിലൊരു അവസ്ഥ പറയോ? അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു സമയ. ആ ഹിറ്റ് അടിച്ച് നമ്മളിങ്ങനെ ഓരോ മണിക്കൂർ കൂടുമ്പോ നോക്കും പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇത്ര മില്യൺ ഓരോ ദിവസം ആകുമ്പോ ഇങ്ങനെ കൂടാ. അത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. നമ്മളെന്ന് വെച്ചാൽ അതിൽ തന്നെ ഇങ്ങനെ നിക്കുക. അപ്പൊ നമ്മൾ ഇക്കാക്കാണെങ്കിലും ആദ്യമായിട്ട് ഒരു സോങ് ഇത്രയും ആൾക്കാർ ഏറ്റെടുക്കുന്നു, കോൾസ് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നു. ഭയങ്കര ഹാപ്പി ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. ദർശന ഇറങ്ങി ഹൃദയം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട്. അതെ, ശരിക്കും നിങ്ങളുടെ ഹൃദയത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു സിനിമയാണ് അല്ലേ? അത് ദർശന കമ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഐഷ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. നമ്മൾ അന്നേരം ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വിനീതേട്ടൻ വന്നു, അങ്ങനെയൊക്കെ ആയിട്ടാണ് ചെയ്തത്. അപ്പം അതിന്റെ ഫസ്റ്റ് മുതൽ ഒരുപാട് ഡെമോസ് കഴിഞ്ഞിട്ടാണ് ആ ഒരു ലാസ്റ്റ് ഫൈനലിലേക്ക് എത്തിയത്. അപ്പൊ അതിന്റെ തുടക്കം മുതൽ അപ്പൊ ഓരോന്നും അവിടുന്ന് റൂമിൽ നിന്ന് ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പുറത്തോട്ട് അയച്ചു തരും. അപ്പൊ ഇപ്പോഴും എന്റെ ഫോണിൽ അതിന്റെ ഫസ്റ്റ് അയച്ചത് മുതലുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഫോണ് സ്പേസ് ആക്കുന്ന സമയത്തൊക്കെ ഫസ്റ്റത്തതൊക്കെ കേൾക്കും. അപ്പൊ ഭയങ്കര വ്യത്യാസം ഇപ്പോഴത്തെ പുതിയ ദർശനയൊക്കെ ആയിട്ട്. ചില ആൾക്കാർ ഇപ്പം വർക്കിംഗ് വേറൊരു സ്പേസും പേഴ്സണൽ സ്പേസ് വേറെ ആയിരിക്കും. പക്ഷെ ഹിഷാമിനെ സംബന്ധിച്ചിടത്തോളം ഹിഷാം സ്റ്റുഡിയോ തന്നെ വീട്ടിലേക്ക് മാറ്റിയത് എപ്പോഴും മനുഷ്യനെ കണ്ടോണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് വർക്കിങ്ങും ഈ ഒരു പ്രൊഫഷണൽ പേഴ്സണൽ ലൈഫ് എങ്ങനെയാ കൊണ്ടുപോകുന്നതെന്ന് പറയോ? വർക്ക് സ്റ്റുഡിയോ വീട്ടിൽ തന്നെ ആക്കിയത് എപ്പോഴും കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പുറത്തൊന്നും പോകണ്ടല്ലോ, വീട്ടിൽ തന്നെ ആവുമ്പം കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാവും. ഇപ്പൊ പിന്നെ തെലുങ്കു ആയപ്പോഴാ ഹൈദരാബാദിലോട്ട് പോവേണ്ടി വരുന്നത്. അല്ലാതെ ബാക്കി എല്ലാവർക്കും വീട്ടിൽ തന്നെയാണ്. അപ്പൊ കൂടെ വരും, ഒരു 5 മിനിറ്റ് കൂടുമ്പോ താഴെ വരും. ഞാൻ പറഞ്ഞയക്കും മേളിലോട്ട് പോയി പണിയെടുക്കുന്നു. കൂടെ ഓരോ റീസൺ പറഞ്ഞു വരും. അതാണ് ഇതാണ്, ഐഷുവിനെ കാണാനാണ്, ഐഷു എന്ത് ചെയ്യാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നോണ്ടേ ഇരിക്കും. ശരിക്കും പറഞ്ഞ കൂടെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ എന്താ ചെയ്യുന്നേന്ന് അറിയണം. അപ്പൊ ഇത്രയും നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? രണ്ടും പറയാം, അറേഞ്ച് പ്ലസ് ലവ് മാരേജ്. ഓക്കെ, അപ്പം ഹിഷാമിന്റെ പാട്ടുകളിലൊക്കെ എപ്പോഴും ഒരു റൊമാൻസ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പം റിയൽ ലൈഫിൽ ഭയങ്കര റൊമാൻറ്റിക് ആണോ അതോ ഐഷയാണോ റൊമാൻറ്റിക്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങനെ റൊമാൻറ്റിക് ആയിരിക്കൂല, ഇക്കായിരിക്കും പിന്നെയും. എന്നാലും രണ്ടുപേരും കുഴപ്പമില്ല. ശരി. അപ്പൊ ഐഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും പാട്ട് കമ്പോസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ കല്യാണ സമയത്ത് ഒരു പാട്ട്, പക്ഷെ അതങ്ങനെ റിലീസ് ചെയ്തിട്ടൊന്നുമില്ല. കല്യാണത്തിന്റെ അന്ന് ഞാൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്തേക്ക് ഒരു ആയിഷ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, അടിപൊളി. അതേപോലെ നമ്മൾ എപ്പോഴും ഹിഷാമിനെ കാണുന്നത് എന്താ പറയണ്ടേ, ഭയങ്കര ശാന്തനായിട്ടാണ്. അപ്പൊ ശരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണോ അതോ ചൂടനാണോ? ഭയങ്കര ചൂടനാണല്ലേ? എന്തിനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്?
അയ്യോ തൊട്ടേന് വെച്ചിന് എല്ലാത്തിനും ദേഷ്യം 5 മിനിറ്റ് കൂടുമ്പോ എന്റെ അടുത്ത് ദേഷ്യപ്പെടണം, അതാണ് ഇക്കാക്ക് ഇഷ്ടം. പക്ഷെ അപ്പൊ തന്നെ മാറും കേട്ടോ. എല്ലാരും പറയും ഹിഷാം ഭയങ്കര പാവം, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. അങ്ങനെ ഞാൻ പറഞ്ഞു ആ ശരിയാണ്, അനുഭവിക്കുന്നത് എനിക്കറിയാം. ഏറ്റവും കൂടുതലും നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് എന്തിനായിരിക്കും? അങ്ങനെയൊക്കെ ഫുഡൊക്കെ ശ്രദ്ധിക്കാൻ പറയുമ്പോഴൊക്കെ ഇക്കാക്ക് ഇഷ്ടാവില്ല, വേഗം ദേഷ്യം വരും. പിന്നെ ശരിയാവട്ടെ, അത് എന്ത് കാര്യമാണെങ്കിലും ഇക്കത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയും ആ ശരിയായി. പക്ഷെ ആ ഓൺ ദ സ്പോട്ട് ഇക്കാക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, അപ്പം ദേഷ്യത്തിലാ വരിക അധികം. അത് ശരി. അപ്പൊ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും, തിരിച്ചു പറയുന്ന കൂട്ടത്തിലാണോ ആയിഷ? ഞാന് മുമ്പൊക്കെ ആദ്യമൊക്കെ നന്നായിട്ട് തിരിച്ചൊക്കെ പറയായിരുന്നു. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇപ്പൊ മിണ്ടാണ്ട് മൈൻഡ് ചെയ്യാണ്ടൊക്കെ ഇരിക്കും. അതൊക്കെ ശീലായി. ഇപ്പം ഈ സെലിബ്രിറ്റീസിന്റെ വൈഫ് എന്നൊക്കെ പറയുമ്പം നമ്മൾ പുറത്തുനിന്ന് കാണുമ്പം ഭയങ്കര രസമാണ്. അതായത് നിങ്ങളുടെ ഒരു ഫെയിമും അങ്ങനത്തെ ലൈഫ് കാര്യങ്ങള് ഭയങ്കര ഫാന്റസി വേൾഡ് എന്നൊക്കെ പുറത്തുനിന്ന് ആളുകൾക്ക് തോന്നും. പക്ഷെ അതിന്റെ അകത്തിരിക്കുന്നവർക്ക് അറിയാം അതിന്റെ എങ്ങനെ മാനേജ് ചെയ്യണം, അതിന്റെ ബാലൻസ് കൊണ്ടുപോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാന്നല്ലേ. അപ്പൊ ആയിഷയ്ക്ക് അങ്ങനെ ഉള്ള ഒരു ഫീലിംഗ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, പലപ്പോഴും. അതെ, എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാരും വിചാരിക്കുന്ന നല്ല സുഖമാണ്, ഇഷാം വർക്കൊക്കെ ചെയ്യുന്നു, അവിടെ വെറുതെ ഇരിക്കുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 24 മണിക്കൂർ തികയാറില്ല. എന്നുവെച്ചാൽ എപ്പോഴും ഓരോ കാര്യങ്ങളായിരിക്കും. ഇക്കാടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു സമയം വേണം, നമ്മൾ വീട്ടിലെ കാര്യം, അങ്ങനെ എല്ലാം കൊണ്ടും അതൊരു എളുപ്പമുള്ളൊരു കാര്യമല്ല. അതെ. ഇപ്പൊ ശരിക്കും ഇപ്പൊ ഹൈദരാബാദിൽ ഇടക്കിടക്ക് പോകേണ്ടി വരുന്നു, തെലുങ്ക് സിനിമകൾ വേറെ ഭാഷകളൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒറ്റയ്ക്കുള്ള സമയം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയണ്ടേ ആക്റ്റീവ് ആക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. ഫിലിമിന്റെ വർക്ക് തീരാറാവുമ്പോ എപ്പോഴും ഞാൻ ഹൈദരാബാദിലോട്ട് പോവാറുണ്ട്. ആ സമയത്ത് ഇക്കാക്ക് ഏറ്റവും ആവശ്യമുള്ള സമയം തന്നെ, ടെൻഷൻ അടിക്കുന്ന സമയം. അപ്പൊ മെന്റലി സപ്പോർട്ട് ചെയ്യാനും പിടിച്ചിരുത്താനും ഒരു മടിയൊന്നും വരാതെ നോക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് എപ്പോഴും കൂടെ വേണം ഇക്കാക്ക്. അപ്പം അത് ആ സമയത്ത് ഞാൻ പോവും. അല്ലാത്ത സമയത്ത് വീട്ടിലൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും, വീട്ടില് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചെയ്യാനായിട്ട്. വളരെ ആക്റ്റീവായിട്ട് ഇപ്പൊ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ ചെറിയ കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അപ്പം എന്താ പറയണ്ടേ, ഈ മൂവി സെറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടോ? ഈ വർക്ക് ചെയ്യുന്നത് ആദ്യം മുതലേ പോയിരുന്നു? ഞാന് ഹൃദയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ തെലുങ്ക് സിനിമയുടെ അതിലൊക്കെ പോവും. ഓക്കെ. അപ്പൊ അങ്ങനെ ഏറ്റവും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു മൂവി സെറ്റ് ഉണ്ടോ? ഹൃദയം മൂവി സെറ്റിൽ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ആ ഫ്ലാറ്റില് സിനിമയുടെ അവസാന ഭാഗം ഷൂട്ടായിരുന്നു. അപ്പം പ്രണവ്, അജുവേട്ടൻ, വിനീതേട്ടൻ അങ്ങനെ എല്ലാവരുമായിട്ട് ഇരുന്ന് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്തൊരു ഇതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യമായിട്ട് ലൈഫിൽ കുറെ ആൾക്കാർ സെലിബ്രിറ്റീസിന്റെ ഒക്കെ കൂടെ നിന്ന് കേക്ക് മുറിക്കുന്നു, കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു ഹൃദയത്തിൻ്റെത്. പിന്നെ അതുപോലെ തെലുങ്കുലാണെങ്കിലും ഖുഷി സിനിമയ്ക്ക് കാശ്മീരാ പോയത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായ പ്ലേസും കാര്യവും അവിടുത്തെ ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഹായ് നാന സിനിമയിലാണെങ്കിലും അതിന്റെ ആൾക്കാരൊക്കെ അടിപൊളിയാ. അപ്പം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എപ്പോഴും അത് ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാ പലതും ഉള്ളത്. ഇപ്പൊ ഹിഷാമിനെ പറയുമ്പം ആയിഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു ക്യാരക്ടർ എന്താ? കയ്യില് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടി സ്വഭാവം ഉണ്ട് കേട്ടോ ഇക്കാക്ക്. അപ്പം ഞാനത് ആദ്യം മുതലേ അങ്ങനെ ആക്കി എടുത്തത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല. ഞാനും ആണെങ്കിൽ ഇക്കാനോട് ഒരു കുട്ടി സ്വഭാവം, ഇക്കാണെങ്കിൽ എന്നോട് പിന്നെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടേ ഇരിക്കണം എപ്പോഴും നോക്കിക്കഴിഞ്ഞാല്. ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ ഫീഡ് ഇങ്ങനെ സ്പൂൺ ബേബി പോലെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കണം. വാവേ ചക്കരെ അങ്ങനെയെന്നൊക്കെ വിളിച്ച് കൊഞ്ചിച്ചോണ്ടിരിക്കണം. മോനെ നോക്കുന്ന പോലെയാണ്. കാണാൻ വലുതാണെങ്കിലും കുഞ്ഞു മനസ്സും കുഞ്ഞിതാണ്. ആ ഒരു മേ ബി ആ ഒരു കുട്ടിത്തം എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു ഇന്നസെൻസ് നിങ്ങളുടെ രണ്ടുപേർക്കും ഉണ്ട്. ആ ഒരു റിലേഷനിൽ അതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര മറ്റേ സ്കൂൾ കുട്ടികളൊക്കെ ഒരുമിച്ച് ഇരുത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു വീട്ടിലും ഇഷ്ടമാണ്. അല്ലെ, നിങ്ങളെ വീട്ടിലും പൊതുവെ അങ്ങനെയാന്ന് തോന്നുന്നു. അതെ അതെ അതെ, നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കൊഞ്ചിച്ചതാക്കി. ഉറങ്ങുന്ന സമയത്താണെങ്കിലും എനിക്ക് സ്റ്റോറീസ് കേൾക്കണം. അങ്ങനെ പിന്നെ ബെഡ് മൊത്തം ഡോളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ടാവും. അപ്പം ഇന്ന് ഇതാണ് ഇന്ന് അതാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിച്ച് ചിരിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ഉറങ്ങുക. ശരി. അപ്പൊ എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് നിങ്ങൾക്കൊന്ന് മെച്ചൂടായിട്ട് സംസാരിച്ചൂടെ എന്ന് ഇല്ലല്ലേ? അപ്പൊ ശരിക്കും ഇങ്ങനെ യങ് ആയിട്ട് ഹാപ്പി ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കട്ടെ. ഹിഷാമിന്റെ പാട്ടുകളില് ആയിഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് സോങ് ഏതായിരിക്കും? ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ദർശൻ ഇഷ്ടമാണ്.
പിന്നെ മലയാളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തെലുങ്കുലൊക്കെ നോക്കുകയാണെങ്കിൽ ഹായ് നാനയിലെ സിനിമകളെ പാട്ട് ഇഷ്ടം. പിന്നെ ഒരു പാട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ റിലീസായിട്ടില്ല. എനിക്കങ്ങനെ കാണുന്ന നാള് മുതലേ ആ പാട്ട് ഇക്കടെ കയ്യിലുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തതായിരുന്നു, പക്ഷെ അത് അങ്ങോട്ട് ഓണായില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അത് അങ്ങനെ തന്നെ ഇരിക്കുക. എന്റെ വലിയ ആഗ്രഹം ആ പാട്ടൊന്ന് ഇറങ്ങിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. അത്രയും രസമുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും ആ പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇക്കാരോട് കൂടെ പറയും, ആ ഡയറക്ടറിനെ വിളിച്ചൊന്ന് ചോദിക്കും അത് ഓണായോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഇറങ്ങി കാണാന് കൊതി കാരണം അല്ലേ. അപ്പം ഹിഷാമിന്റെ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാ? അപ്പൊ പൊതുവെ ആളുകൾ പറയും വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് പോകാനേ പാടില്ല. ചിലപ്പം വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഒരു മ്യൂസിക് വരുന്നത്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ പൊതുവെ ഹിഷാമിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാ? ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇക്കാക്ക് അതെ. ഇപ്പൊ നമ്മളിപ്പോ കാറിൽ ഇപ്പൊ പോവാണെങ്കിൽ റേഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമായിരിക്കും. അപ്പോഴേക്കും ചിലപ്പോൾ ഐഡിയ വരെ വേഗം ഇക്ക അതൊന്ന് റെക്കോർഡ് ചെയ്ത് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഫോണിൽ വെക്കും. പിന്നെ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് യൂസ് ചെയ്യും. ചില സമയത്ത് അകത്ത് തന്നെ ഇരുന്ന് തലകുത്തി മറിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. ഇക്കടെ മൂടനുസരിച്ചിരിക്കും. അത് ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ വിമൻസ് ഡേയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോ ഈ ഒരു വിമൻസ് ഡേയുടെ ഭാഗമായി ഒരു മെസ്സേജ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെടുത്തും പെൺകുട്ടികളെടുത്തൊക്കെ എന്താണ് പറയാനുള്ളത് ഐഷയ്ക്ക്? പൊതുവെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ വലുതാവുന്ന അനുസരിച്ചിട്ട് നമ്മുടെ കുട്ടിത്തം പോവും. അത് നമ്മുടെ ഓരോ ആളുടെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും അനുസരിച്ച് അതെല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ആ ഒരു കുട്ടിത്തം നമ്മൾ കീപ്പ് ചെയ്യുക. അപ്പം എന്താ പറയാ, നമ്മളൊരു ഫാമിലിന്റെ ഇടയിൽ അത് വരുന്ന സമയത്ത് അത് കുറെയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കും. എത്ര ദേഷ്യമുള്ള ഒരാളാണെങ്കിലും നമ്മളൊന്ന് കൊഞ്ചിച്ച് ഒരു കുട്ടീനെ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് മനസ്സലിയും, അവർക്കത് ഇഷ്ടാവും ചെയ്യും. അപ്പം അതുപോലെ ആ ഒരു കുട്ടിത്തവും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോവാം. പിന്നെ ലൈഫല്ലേ, എല്ലാം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, അതൊക്കെ ഉൾക്കൊണ്ട് ഇതായി പോവാ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.